ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് A.G. ഗാർഡിനർ എഴുതിയ ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന എസ്സേയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എഴുത്തുകാരനെ പറ്റിയിട്ടാണ്. A.G. ഗാർഡിനർ. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എന്നാണ്. ഇദ്ദേഹം ജനിക്കുന്നത് ജൂൺ 2, 1865 മരണപ്പെടുന്നത് മാർച്ച് 3, 1946. അദ്ദേഹത്തിൻ്റെ 80-ാം വയസ്സിൽ. A.G. ഗാർഡിനർ ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു. ആൽഫ ഓഫ് ദ പ്ലവ് എന്ന തൂലികാ നാമത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. വ്യവസായത്തിൽ മിനിമം വേതനത്തിനായി പ്രചരണം നടത്തിയ അഭിഭാഷക ഗ്രൂപ്പായ നാഷണൽ ആൻറ്റി സ്വെറ്റിംഗ് ലീഗിൻ്റെ ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് പില്ലേഴ്സ് ഓഫ് സൊസൈറ്റി, ദ വാർ ലോഡ്സ്, വിൻഡ് ഫോൾസ്, ലീവ്സ് ഇൻ ദ വിൻഡ്, ലൈഫ് ഓഫ് ജോർജ് കാഡ്ബറി, ദ ആംഗ്ലോ അമേരിക്കൻ ഫ്യൂച്ചർ, എക്സെട്ര. ഇനി നമുക്ക് ഓൺ ഷേക്കിംഗ് ഹാൻഡ്സ് എന്ന എസ്സേയുടെ സമ്മറി നോക്കാം. ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന പാശ്ചാത്യ സമ്പ്രദായത്തെക്കുറിച്ചാണ് എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ എസ്സേയിലൂടെ സംസാരിക്കുന്നത്. ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുക എന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ പഴക്കമുള്ള ഒരു ആചാരമാണ്. എന്നാൽ ശുചീകരണത്തിൻ്റെ പേരിൽ ഇത് ഏറെ കാലമായി വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കാരണം ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന കൈകൾ വൃത്തിയുള്ള കൈകളാവണമെന്നില്ല. അതിനാൽ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കൽ വിമർശനം നേരിട്ടു. ആശംസ പറയാനും ആചാരത്തിൻ്റെ ഭാഗമായും ഷേക്ക് ഹാൻഡ്സ് കൊടുക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ എസ്സേയിൽ ഉടനീളം നർമ്മം നിറഞ്ഞിരിക്കുന്നുണ്ട്. റഷ്യയിൽ പ്രബലമായ ചുംബന സമ്പ്രദായത്തെക്കുറിച്ച് എഴുത്തുകാരൻ ഹാസ്യമായി വിശദീകരിക്കുന്നുണ്ട്. ക്രോപ്പോട്കിൻ രാജകുമാരനെ നിരവധി പ്രായമായ പുരുഷന്മാർ കവളിൽ ചുംബിച്ച രസകരമായ സംഭവം എഴുത്തുകാരൻ വിവരിക്കുന്നുണ്ട്. He says that one does not prefer to shake warm, clammy hands, listless, flaccid hands and bony, energetic hands. ഊഷ്മളമായ ഇറുകിയ കൈകൾ, അലസമായ മങ്ങിയ കൈകൾ, അസ്ഥിയും ഊർജ്ജസ്വലമായ കൈകൾ എന്നിവ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കാൻ ഒരാളും ഇഷ്ടപ്പെടുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഒരു വ്യക്തിയുടെ ഹസ്തദാനം എന്നാൽ ഷേക്ക് ഹാൻഡ്സ് വ്യക്തിത്വത്തിൻ്റെ അടയാളമാണെന്ന് എഴുത്തുകാരൻ അഭിപ്രായപ്പെടുന്നു. ഒരാൾ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന സമയത്ത് നല്ല റെസ്പോൺസിങ് ആയിട്ടാണ് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾ വളരെ എനർജറ്റിക് ആണെന്നാണ് അതിനർത്ഥം. നേരെ മറിച്ച് അൺറെസ്പോൺസ് ആണ് അയാളിൽ നിന്നും കിട്ടുന്നെങ്കിൽ, ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന സമയം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ആളാണെന്നാണ് ഗാർഡിനർ പറയുന്നത്. രണ്ടുപേർ കണ്ടുമുട്ടുമ്പോഴോ വേർപിരിയുമ്പോഴോ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്ന പതിവ് ശീലമായെന്നും അത് തടയാൻ ഒട്ടും എളുപ്പമല്ലെന്നും എഴുത്തുകാരൻ പറയുന്നു. വളരെ കഠിനമായ പാർലമെന്ററി നിയമത്തിനോ കനത്ത പിഴ ഈടാക്കിയോ മാത്രമേ ആളുകളെ ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നതിൽ നിന്ന് വിലക്കാൻ സാധിക്കുകയുള്ളൂ. ഗാർഡിനർ തൻ്റെ എസ്സേയിൽ ഓറിയന്റൽ ഔപചാരിക സലാമിനും റഷ്യൻ ആലിംഗനത്തിനും ഇടയിലുള്ള സന്തോഷകരമായ അർത്ഥം ഷേക്ക് ഹാൻഡ്സ് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നതിന് ഊഷ്മളതയും മനുഷ്യ സൗഹൃദത്തിൻ്റെ ചൈതന്യവുമുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ കണ്ടുമുട്ടുമ്പോഴോ വേർപിരിയുമ്പോഴോ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന നിലയിലാണ് ആളുകൾ കൈകൊടുക്കുന്ന പതിവ് ശീലമാക്കിയെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. മറ്റുള്ളവരുടെ കൈകൾ പിടിച്ച് ഷേക്ക് ഹാൻഡ്സ് കൊടുക്കുന്നതിലൂടെ ഒരു വ്യക്തിയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഹാൻഡ് ഷേക്ക് ഉറച്ചതും എന്നാൽ സൗഹൃദപരവുമായിരിക്കണം. ഷേക്ക് ഹാൻഡ്സ് എന്നത് ഇംഗ്ലീഷുകാർക്ക് സ്വാഭാവികമായ കാര്യമാണ്. ഓരോ രാജ്യത്തും ഷേക്ക് ഹാൻഡ്സിന് വിവിധ രൂപങ്ങളാണുള്ളത്. അത് നമുക്കൊന്ന് നോക്കാം. ജപ്പാനീസിൽ ബൗ എന്നാണ് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ സലാം. ആരെ കണ്ടു കഴിഞ്ഞാലും സലാം എന്നാണ് ഇന്ത്യയിൽ പറയുന്നത്. അതുപോലെ റഷ്യയിലാണെങ്കിൽ കിസ്സിംഗ് ആണ്, പരസ്പരം ചുംബിക്കുകയാണ് ചെയ്യുന്നത്. ചൈനീസിലാണെങ്കിലോ പരസ്പരം ഒരാംഗ്യം കാണിക്കും, അതാണ് അവരുടെ രീതി. പിന്നെ നമ്മൾ അറബികളെ നോക്കുകയാണെങ്കിൽ അവർ പരസ്പരം ചെസ്റ്റ് കൊണ്ട് തൊടുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഓരോ നാട്ടിലും ഷെയ്ക്ക് ഹാൻഡ്സിന് ഓരോ രൂപങ്ങളാണുള്ളത്.